ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീട്രൂട്ട് ലഡു എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിനായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സൈസിൽ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ബീട്രൂട്ടാണ് ഉള്ളത്. ഇത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ടിൽ നിന്ന് ജ്യൂസ് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല തിന്നായിട്ട് ഹോളുകളുള്ള അരിപ്പ വെച്ചിട്ടോ നമുക്കിത് അരിച്ചൊന്ന് എടുക്കാം. എത്രത്തോളം നമുക്ക് ജ്യൂസ് ഇതിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇത്രയും ബീട്രൂട്ട് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കപ്പ് അളവിൽ ഏകദേശം 1/4 കപ്പ് അളവിൽ ബീട്രൂട്ട് ജ്യൂസാണ് ഉള്ളത്. അപ്പം നമ്മൾ ലഡു തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്കൊരു 1/4 കപ്പ് അളവിൽ ബീട്രൂട്ട് ജ്യൂസ് കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ലഡു തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 3 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. 1/2 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും നമ്മൾ വീണ്ടും നെയ്യിലൊന്ന് വറുത്തിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. റവ ഒട്ടും തന്നെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. നമ്മളൊരു 5 മിനിറ്റോളം ഒക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വന്നു തുടങ്ങും. ആ ഒരു പരുവം വരേക്കും ഒന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റോളം ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ 1/4 കപ്പ് ജ്യൂസും നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യമേ നമ്മൾ ഒരുമിച്ച് ബീട്രൂട്ട് ജ്യൂസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റവ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബീട്രൂട്ട് കുറച്ചൊന്ന് നനവുള്ളതായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരേക്കും വീണ്ടും നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ വറുത്തെടുത്ത ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ റവ കിട്ടിക്കോളും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ബൗളിൽ മാറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ പഞ്ചസാര ഒന്ന് മെൽറ്റായി റവയുമായിട്ട് നന്നായിട്ട് ചേർന്ന് നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിന് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് തൊടാനുള്ള പാകത്തിലുള്ള ചൂടിലാവുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി നമുക്കൊന്ന് കയ്യിൽ ഉരുളയാക്കി എടുക്കാൻ പാകത്തിന് റവയൊന്ന് കിട്ടിക്കോളും. ഇപ്പം നമുക്ക് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഷെയ്പ്പാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ റവയും ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയൊരു ബീട്രൂട്ട് മതി നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് ലഡു തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ അളവുകളിൽ 6 ലഡുവാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരു ലഡുവിൻ്റെ സൈസിൽ ഒരു 6 ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.